ഹലോ ഗുഡ് മോർണിംഗ് എവരി വൺ. ടുഡേ ക്ലാസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാക്സ്വെൽ ബോൾസ്മാൻ എനർജി ഡിസ്ട്രിബ്യൂഷൻ ലോ കാൽക്കുലേറ്റ് ചെയ്തു. ഇ ആൻഡ് എപ്സിലോൺ ആൻഡ് എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോണിൻ്റെ ഇടയിൽ എനർജി ഉള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് അതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. എന്തായിരുന്നു ഇക്വേഷന്? n of epsilon d epsilon is equal to 2 pi n by pi kt all raised to 3 by 2 epsilon raised to 1 by 2 e raised to minus epsilon by kt d epsilon. നമ്മൾ ഈ മാക്സ്വെൽ ബോൾസ്മാൻ എനർജി ഡിസ്ട്രിബ്യൂഷൻ ലോന്ന് മാക്സ്വെൽ ബോൾസ്മാൻ സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ ലോ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ എനർജി ഡിസ്ട്രിബ്യൂഷൻ ലോയിൽ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തിയാൽ നമുക്കതിന് സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ ലോ കിട്ടും. നമുക്കറിയുന്ന ഒരു കാര്യമാണ് ഇ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ അത് നമ്മളെടുക്കുക. എപ്സിലോൺ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. എപ്സിലോണിന് ഹാഫ് എം വി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഡി എപ്സിലോണിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? എം വി ഡി വി. അതായത് ഈ എപ്സിലോണിന് നമുക്ക് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2v ഡി വി എന്ന് കിട്ടും. 2 ക്യാൻസൽ ചെയ്താൽ ഡി എപ്സിലോൺ ഈസ് ഈക്വൽ ടു എം വി ഡി വി ആണെന്ന് കിട്ടും. ഇത് നമ്മൾ എൻ ഓഫ് എപ്സിലോൺ ഡി എപ്സിലോണിൽ ഈ എപ്സിലോണും ഡി എപ്സിലോണും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളെ ഇക്വേഷൻ എന്ത് വരും? 2 pi n by pi kt all raised to 3 by 2 half mv square all raised to 1 by 2 e raised to minus mv square by 2 kt mv dv എന്ന് വരും. നമ്മളിവിടെ 2 8 മൾട്ടിപ്ലൈ ചെയ്യും ചെയ്യുക, ഡിവൈഡ് ചെയ്യും ചെയ്യാം. നമ്മളെ ഇക്വേഷൻ എന്തായിട്ട് മാറും? 2 by 2 into 2 pi n by 2 raised to 1 by 2. നമ്മൾ ഹാഫ് എം വി സ്ക്വയർ raised to 1 by 2 2 raised to 1 by 2 സെപ്പറേറ്റ് ആയിട്ട് എടുത്തു. പിന്നെ എന്താ അവിടെ ഉണ്ടാവുക? എം raised to 1 by 2 ആണ്. നമ്മൾക്ക് പുറത്തൊരു എം ഉണ്ട്, അപ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ എം raised to 3 by 2 ആയിട്ട് വരും. അപ്പോൾ അത് ഈ എം raised to 3 by 2ൻ്റെ ടേംസ് കൊണ്ട് കമ്പൈൻ ചെയ്യാം. എന്ത് വരും ആ ടേം? എം ബൈ പൈ കെ ടി ഓൾ raised to 3 by 2 എന്ന് എഴുതാം. ഇനി വി സ്ക്വയർ raised to 1 by 2 ഉണ്ട്. അപ്പോൾ അതെന്താണ്? വി ആണ്. വേറൊരു വിയും കൂടി പുറത്തുണ്ട്, രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് വി സ്ക്വയർ എന്ന് എഴുതി. പിന്നെ ഇ raised to മൈനസ് എം വി സ്ക്വയർ ബൈ 2 കെ ടി ഡി വി എന്ന് വരും. ഇവിടെ ഇങ്ങനെ ഡിനോമിനേറ്ററിൽ ഒരു 2 ഉണ്ട്, 2 raised to 1 by 2 ഉണ്ട്, രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ 2 raised to 3 by 2 വരും. അപ്പോൾ ഓൾ raised to 3 by 2ൻ്റെ ഫോമുക്ക് അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ന്യൂമറേറ്ററിൽ ഒരു 2 into 2 അത് 4 ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് വരും? എൻ ഓഫ് വി ഡി വി എന്ന് നമ്മളെടുത്തു. കാരണം നേരത്തെ നമ്മൾ എൻ ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ എന്നാണ് എടുത്തിരുന്നത്. കാരണം അവിടെ വേരിയബിൾ എന്താണ്? എപ്സിലോൺ ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ എന്തായി? വേരിയബിൾ വി ആയി. അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെ എടുത്തു? എൻ ഓഫ് വി ഡി വി ഈസ് ഈക്വൽ ടു 4 pi n ഇൻറ്റു എം ബൈ 2 pi കെ ടി ഓൾ raised to 3 by 2 വി സ്ക്വയർ ഇ raised to മൈനസ് എം വി സ്ക്വയർ ബൈ 2 കെ ടി ഡി വി എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? വി ആൻഡ് വി പ്ലസ് ഡി വി സ്പീഡിലുള്ള നമ്പർ ഓഫ് മോളിക്യൂളിനുള്ള ഇക്വേഷൻ കിട്ടി. ഇതാണ് എന്ത്? മാക്സ്വെൽ ബോൾസ്മാൻ സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ ലോ. ഇനി ഇതിൽ ഡിഫറെൻറ്റ് കേസസ് നമ്മൾ നോക്കുകയാണ്. ഇഫ് വി ഈക്വൽ ടു 0 എന്നെടുക്കുക. വി ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായിരിക്കും? എൻ ഓഫ് വി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതെന്താ മീൻ ചെയ്യണത്? 0 സ്പീഡിൽ ഒരു മോളിക്യൂളും ഇല്ല. ഇനി സെക്കൻഡ് കേസ് എന്താണ്? വി സ്മോൾ ആണെന്ന് എടുത്തു. വി സ്മോൾ ആകുമ്പോൾ വി സ്ക്വയർ എന്തായിരിക്കും? അതിനേക്കാളും സ്മോൾ ആയിരിക്കും. ദർഫോർ എം വി സ്ക്വയർ ബൈ 2 കെ ടി എന്നുള്ളത് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ നമുക്ക് എക്സ്പോണൻഷ്യൽ ആണല്ലോ. ഇ raised to മൈനസ് എം വി സ്ക്വയർ ബൈ 2 കെ ടി ഉണ്ട് നമ്മളെ എക്സ്പ്രഷനിൽ. അതെന്താണ്? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 എന്നെടുത്തു. അപ്പോൾ ഇത് നമുക്ക് എന്തെഴുതാം? ഈ എൻ ഓഫ് വി ഡി വി ഇവിടെ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? എൻ ഓഫ് വി ഇവിടെ വി സ്ക്വയറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ എൻ ഓഫ് വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി സ്ക്വയർ എന്ന് പറയാം. അതായത് വി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എൻ ഓഫ് വി എന്ത് ചെയ്യും? പാരബോളിക്കലി ഇൻക്രീസ് ചെയ്യും. അതിനതൊരു മാക്സിമം വാല്യൂവിലെത്തും. ആ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി വീനെയാണ് എന്തെന്ന് പറഞ്ഞത്? മോസ്റ്റ് പ്രൊബബിൾ സ്പീഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കേസ് എടുക്കുക. വി ലാർജ് ആണെന്ന്. വി ലാർജ് ആണെങ്കിൽ എം വി സ്ക്വയർ എന്തായിരിക്കും? അതിനേക്കാളും ലാർജ് ആയിരിക്കും. ദർഫോർ എം വി സ്ക്വയർ ബൈ 2 കെ ടി ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് എടുത്തു. ഈ എം വി സ്ക്വയർ ബൈ 2 കെ ടി എവിടെയാണ് വരുന്നത്? എക്സ്പൊണൻഷ്യൽ ടേമിലാണ്. ദർഫോർ നമ്മുടെ എക്സ്പൊണൻഷ്യൽ ടേം എന്ത് ചെയ്യും? വി സ്ക്വയറിനേക്കാളും ഡോമിനേറ്റ് ചെയ്യും. ഇവിടെ അങ്ങനെ നമ്മളെ എൻ ഓഫ് വിയിൽ 2 വേരിയബിൾ മാത്രമേ ഉള്ളൂ. ഒന്ന് എക്സ്പൊണൻഷ്യൽ ടേമും ഒന്ന് വി സ്ക്വയറും.
അപ്പോൾ ഇവിടെ ഇങ്ങനെ എക്സ്പോണൻഷ്യൽ ടേം എന്ത് ചെയ്യും വി സ്ക്വയറിനേക്കാളും ഡോമിനേറ്റ് ചെയ്യും. ദെർഫോർ നമുക്ക് എങ്ങനെ എഴുതാം, എൻ ഓഫ് വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു e⁻²v²/2kt ആണെന്ന് എഴുതാം. അതായത് വി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എൻ ഓഫ് വി എന്താ ചെയ്യുന്നത്, എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളെ 3 കേസ് നമ്മളെടുത്തു. ഒന്ന് എന്താണ്, വി =0 ആകുമ്പോൾ 0 സ്പീഡിൽ, ആ കേസിൽ നമുക്ക് എന്താ കിട്ടിയത്, 0 സ്പീഡിൽ ഒരു മോളിക്യൂളും ഇല്ല. ഇനി വി സ്മോൾ എടുക്കുകയാണെങ്കിൽ വി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എൻ ഓഫ് വി എന്താ ചെയ്യുന്നത്, പാരബോളിക്കലി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മാക്സിമം വാല്യൂവിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇനി വി ലാർജ് ആണെങ്കിൽ എൻ ഓഫ് വി എന്താണ്, എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, എൻ ഓഫ് വിയും തമ്മിലുള്ള ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ്. അങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ വി =0 ആകുമ്പോൾ എൻ ഓഫ് വി =0 ആണല്ലോ. ദെർഫോർ ഒറിജിൻ നിന്നാണ് നമ്മളെ ഗ്രാഫ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പാരബോളിക്കലി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. എന്നിട്ട് അതൊരു മാക്സിമം വാല്യൂവിലെത്തും. അവിടെ നിന്ന് എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. ദെർഫോർ ഇതാണ് മാക്സ്വെൽ ബോൾസ്മാൻ സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ ലോ. എന്തായിരുന്നു മാക്സ്വെൽ ബോൾസ്മാൻ സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ ലോയുടെ ഇക്വേഷന്, എൻ ഓഫ് വി ഡി വി ഈസ് ഈക്വൽ ടു 4πn ഇൻറ്റു m/2πkt (3/2) v²e⁻mv²/2kt dv എന്നാണ്. സോ ലെറ്റ് us wind up the class. Thank you.